Let us learn commerce. Please like, share and subscribe. Hello, welcome to the class. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റും ലീഡർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, managers lay down the structure and delegate authority and responsibility. Leaders provide directions and guidelines. മാനേജേഴ്സ് ആണ് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ഫോം ചെയ്യുന്നതും അതുപോലെ അതോറിറ്റീസ് ഡെലിഗേറ്റ് ചെയ്യുന്നതും റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്നതെല്ലാം മാനേജേഴ്സ് ആണ്. പക്ഷേ ലീഡർ ജസ്റ്റ് അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഫോളോവേഴ്സിന് ഡയറക്ഷൻസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. Second one, management include planning, organizing, staffing, directing and controlling. മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആണ് പ്ലാനിങ് മുതൽ കൺട്രോളിങ് വരെയുള്ള ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും. പക്ഷേ ലീഡർഷിപ്പ് എന്താണ്? ലീഡർഷിപ്പ് ഇസ് എ പാർട്ട് ഓഫ് ഡയറക്റ്റിംഗ്. ഈ മാനേജ്മെൻറ്റ് ഫങ്ഷൻസിൽ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ലീഡർഷിപ്പ്. ഇവിടെ ലീഡർ ചെയ്യുന്നത് അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക, ലിസൺ ചെയ്യുക, ഇതെല്ലാമാണ്. നെക്സ്റ്റ് വൺ, മാനേജേഴ്സ് ഗെറ്റ് ഹിസ് അതോറിറ്റി ബൈ വിർച്യു ഓഫ് ഹിസ് പൊസിഷൻ ഇൻ ദി ഓർഗനൈസേഷൻ. ഒരു മാനേജർക്ക് അതോറിറ്റി ലഭിക്കുന്നത് അയാളുടെ ആ ഒരു ഓർഗനൈസേഷനുള്ള പൊസിഷണൽ വാല്യൂ വെച്ചിട്ടാണ്. പക്ഷേ ലീഡർ ഗെറ്റ് ഹിസ് അതോറിറ്റി ഫ്രം ഹിസ് ഫോളോവേഴ്സ്. പക്ഷേ ലീഡർക്ക് അദ്ദേഹത്തിൻ്റെ അതോറിറ്റി റിസീവ് ചെയ്യുന്നത് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ആളുകളിൽ നിന്നാണ്. അവർക്കൊരു പൊസിഷൻ ഇല്ലെങ്കിലും അവരുടെ ഫോളോവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. മാനേജേഴ്സ് ഫോളോ ഓർഗനൈസേഷൻ പോളിസീസ്. മാനേജ്മെൻറ്റ് എപ്പോഴും അല്ലെങ്കിൽ മാനേജേഴ്സ് എപ്പോഴും ഓർഗനൈസേഷൻ്റെ പോളിസീസിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് അത് ഫോളോ ചെയ്യും. നെക്സ്റ്റ്, ലീഡർ ഫോളോ ദെയർ ഓൺ ഇൻസ്റ്റിങ്ക്റ്റ്. പക്ഷെ ലീഡർ അവരുടെ തന്നെ ഇൻസ്റ്റിങ്ക്റ്റ് ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും. നെക്സ്റ്റ്, മാനേജേഴ്സ് ആർ എക്സാക്റ്റ്, പ്ലാൻഡ്, സ്റ്റാൻഡേർഡ്, ലോജിക്കൽ ആൻഡ് മോർ ഓഫ് മൈൻഡ്. മീൻസ് മാനേജർ ഒരിക്കലും മൈൻഡ് വെച്ചിട്ടല്ല വർക്ക് ചെയ്യുന്നത്. അയാൾ എക്സാക്റ്റ് ആയിട്ട് അതുപോലെ പ്ലാൻ ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോമിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ലീഡർഷിപ്പ് ഈസ് എൻ ആർട്ട്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ലീഡർഷിപ്പ് ഒരു ആർട്ടാണെന്ന് പറയാം. സിക്സ്ത് വൺ, മാനേജ്മെൻറ്റ് ഡീൽസ് വിത്ത് ടെക്നിക്കൽ ഡയമെൻഷൻസ് ഇൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ എല്ലാ ടെക്നിക്കലായിട്ടുള്ള ഡയമെൻഷൻസും ഡീൽ ചെയ്യുന്നത് മാനേജ്മെൻ്റ് ആയിരിക്കും. പക്ഷേ ലീഡർഷിപ്പ് ഡീൽസ് വിത്ത് പീപ്പിൾ ആസ്പെക്ട്സ് ഇൻ ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ പീപ്പിൾസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എംപ്ലോയീസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആസ്പെക്റ്റും ഡീൽ ചെയ്യുന്നത് ലീഡർഷിപ്പ് ആണ്. ലാസ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ മോർ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. മാനേജ്മെൻറ്റ് കൂടുതലും ഒഫീഷ്യലായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം ബേസ് ചെയ്യുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷനിലായിരിക്കും. ബട്ട് ലീഡർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ലീഡർഷിപ്പിൽ വരുന്നത് റിലേഷൻഷിപ്പാണ്, പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷനായിരിക്കും, വെർബൽ അല്ലെങ്കിൽ ഓറൽ കമ്മ്യൂണിക്കേഷനായിരിക്കും. ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് ലീഡർഷിപ്പ്. ഓർക്കുക, മാനേജ്മെൻറ്റ് ഒരു വൈഡ് കോൺസെപ്റ്റാണ്. ലീഡർഷിപ്പ് മാനേജ്മെൻറ്റിൻ്റെ തന്നെ ഫങ്ഷൻ ആയിട്ടുള്ള ഡയറക്റ്റിങ്ങിൽ വരുന്ന ഒരു ഫങ്ഷൻ മാത്രമാണ്. നെക്സ്റ്റ് ടോപ്പിക്, ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ. Employees and managers must have leadership and motivational traits. An effective leader must have a thorough knowledge of motivational factors for others. എംപ്ലോയീസിനാണെങ്കിലും മാനേജേഴ്സിനായിട്ടും മസ്റ്റായിട്ട് വേണ്ട ക്വാളിറ്റീസാണ് ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷണൽ ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. അത്രയും ക്വാളിറ്റീസ്. ആൻ ഇഫക്റ്റീവ് ലീഡർ, നല്ലൊരു ലീഡർ ആവണമെങ്കിൽ അദ്ദേഹത്തിന് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്, മറ്റുള്ളവരുടെ മോട്ടിവേഷണൽ ഫാക്ടേഴ്സിനെ കുറിച്ച് കറക്റ്റായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. അങ്ങനെ കറക്റ്റ് നോളജ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അവർക്ക് മറ്റുള്ളവരുമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവരെ ഇൻസ്പയർ ചെയ്തിട്ട് വർക്ക് ചെയ്യിക്കാൻ കഴിയുകയുള്ളൂ. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് നീഡ്സ് ഓഫ് എംപ്ലോയീസ്, പിയേഴ്സ് ആൻഡ് ഹിസ് സുപ്പീരിയേഴ്സ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിലും മാനേജേഴ്സ് ആണെങ്കിലും അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ അവരുടെ അതേ ലെവലിൽ വർക്ക് ചെയ്യുന്ന പിയർ ഗ്രൂപ്പിൻ്റെ അതുപോലെ അവരുടെ സുപ്പീരിയേഴ്സിൻ്റെ എല്ലാം ബേസിക് നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞിരിക്കണം. ലീഡർഷിപ്പ് ഈസ് യൂസ്ഡ് ആസ് എ മീൻ ഓഫ് മോട്ടിവേറ്റിംഗ് അതർ.
നെക്സ്റ്റ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ, ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ആണ് ലീഡർഷിപ്പ്. അപ്പോൾ ആളുകളെ നല്ല രീതിയിൽ ലീഡ് ചെയ്യുകയാണെങ്കിൽ അവർ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ലീഡർഷിപ്പ് എ ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ ടു അതേഴ്സ് എന്ന് പറയാം. മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നതാണ് പ്രോപ്പർ ലീഡർഷിപ്പ് അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ്. താങ്ക് യു.